ഞാൻ നിൽക്കുന്നത് പുന്നത്രേശ്വര ക്ഷേത്ര തിരുമുറ്റത്താണ്. ഈ രാജവീഥികളെല്ലാം ഇനി ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഘോഷയാത്ര ആരംഭിക്കും. ഈ ഘോഷയാത്ര കാണുന്നതിനും അതിൽ പങ്കുചേരുന്നതിനുമൊക്കെയായിട്ട് ഈ രാജവീഥികളുടെ ഇരുഭാഗങ്ങളിലും ബാരിക്കേഡുകൾക്ക് ഇരുവശവും ആളുകൾ അണിനിരക്കുകയാണ്. കൃത്യമായ സ്ഥാനം അവർ പിടിക്കുകയാണ്. ഈ ഘോഷയാത്ര കാണുന്നതിനും ആ നയനവർണ്ണ മനോഹര ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതിനും ആ വാദ്യമേളങ്ങളോടൊക്കെ ഒപ്പം ചേരുന്നതിനുമൊക്കെയായിട്ട് ഈ കൃത്യസ്ഥലങ്ങളിൽ ഈ ഘോഷയാത്രയോടൊപ്പം പങ്കുചേരുന്നതിന് എവിടെയൊക്കെയാണോ സ്ഥാനം പിടിക്കാനാവുക ആ സ്ഥാനങ്ങളൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രപ്രാടിലാണ് ഈ ഒരു രാജവീഥികളിലേക്ക് എത്തുന്ന കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സമീപ ജില്ലകളിൽ നിന്നുമൊക്കെ, എറണാകുളത്തിന്റെ സമീപ ജില്ലകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. അവരൊക്കെ രാവിലെയുള്ള സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ തന്നെ തന്ത്രപ്പാടിലാണ്. അവർക്ക് സ്ഥാനം പിടിക്കുന്നതിനും ഘോഷയാത്ര വർണ്ണ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയുമൊക്കെ നമ്മൾ നേരത്തെ രാവിലെ മുതൽ പറയുന്നതാണ്. കൊച്ചി രാജാക്കന്മാരുടെ പ്രജകളെ കാണുന്നതിന് വേണ്ടി ഓണ സമയത്ത് ചിങ്ങമാസത്തിലെ അത്തം നാളിൽ കൊച്ചി രാജാക്കന്മാർ സർവ്വ ആഭരണ വിഭൂഷിതരായിട്ട് പ്രജകളെ കാണുന്നതിന് വേണ്ടി എത്തുന്ന ആ ഒരു ചടങ്ങാണ് പിന്നീട് അത്തച്ചമയമായി മാറിയത് എന്ന് നമ്മൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ്. അതിൻ്റെ ഒരു ഐതിഹ്യത്തിൻ്റെ കുറച്ചും കൂടി വിപുലമായ ഒരു കാര്യം നമ്മളോട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി കൊച്ചി രാജകുടുംബാംഗം രാമഭദ്ര തമ്പുരാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം പറയും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജാവിൻ്റെ പ്രജകളെ കാണുന്നതിന് വേണ്ടിയുള്ള ആ എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ചടങ്ങ് എങ്ങനെയാണ് ഇത്രയും വിപുലമായ രീതിയിലേക്ക് പിന്നീട് ജനകീയ അത്തച്ചമയമൊക്കെയായി മാറിയത് എന്ന്, അതിൻ്റെ ആ പിന്നാമ്പുറ കഥകൾ, ചരിത്രം, ഐതിഹ്യമൊക്കെ അദ്ദേഹം നമ്മുടെ ജനം TV പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. രാമഭദ്ര തമ്പുരാൻ, ആ ഒരു ഐതിഹ്യവും ചരിത്രവും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഓരോ അത്തച്ചമയം വരുമ്പോഴും ഒരുപാട് ചടങ്ങുകളുണ്ടെന്നും പറയുന്നുണ്ട്. ആ ചടങ്ങുകളാണ് പിന്നീട് ഈ അത്തച്ചമയ ഘോഷയാത്രയായി ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് ഇത്തരത്തിൽ നടത്തുമ്പോഴും അത് പിന്തുടർന്നു പോരുന്നത്. അതിനെപ്പറ്റി എങ്ങനെയാണ് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാനൊക്കെ? ഈ അത്തച്ചമയം എന്ന് പറഞ്ഞാൽ അത്തമ്പത്ത ഓണം എന്ന് പ്രസിദ്ധമാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു നാന്തി കുറിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് അത്തച്ചമയം. അതിപ്പോൾ ഈ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം എന്ന് പറഞ്ഞാൽ അത് ഈ ചരിത്രപരമായിട്ട് രാജഭരണകാലത്തേക്ക് നമ്മൾ ഒരു യാത്ര നടത്തേണ്ടി വരും ചരിത്രമാണ്. അപ്പോൾ രാജഭരണകാലത്ത് സാധാരണ ഇപ്പോൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അത്തച്ചമയത്തിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ അവിടെ കർക്കിടക മാസത്തിൽ തിരുവോണത്തിൻ്റെ അന്ന് കൊടികയറി ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ്റെ ആറാട്ടായിട്ടാണ് 28 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ ഈ 28 ദിവസത്തെ ഉത്സവത്തിൽ ഒരു ദിവസം 2 നാട്ടുരാജാക്കന്മാരുടെ വെച്ച് ഒരു ദിവസത്തെ പൂജ അഹസം എന്ന് പറയും. അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ ഈ അത്തം നാളിൽ കൊച്ചി മഹാരാജാവിൻ്റെയും കോഴിക്കോട് സാമൂതിരി രാജാവും കൂടി ചേർന്ന് നടത്തുന്ന പൂജയാണ് അത്തം നാളിൽ. അപ്പോൾ ഈ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഈ അത്തം നാളിൽ നടത്തുന്ന പൂജയിൽ പങ്കുകൊള്ളാനായിട്ട് കൊച്ചി മഹാരാജാവ് ചമയങ്ങൾ അണിഞ്ഞ് വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നതായിട്ടാണ് സങ്കല്പം. പക്ഷെ അതൊരു സങ്കല്പം മാത്രമാണ്. കാരണം തൃക്കാക്കരയ്ക്ക് പോകുന്നില്ല. ഈ കളിക്കോട്ടയിലാണ് ചമയങ്ങൾ അണിയുന്നത്. അവിടുന്ന് ചമയങ്ങൾ അണിഞ്ഞ് പൂർണ്ണത്രേശ്വര ദർശനം കഴിഞ്ഞ് ഈ രാജവീഥികളിൽ കൂടി ക്ഷേത്രത്തിനൊരു പ്രദക്ഷിണം വെച്ച് തിരിച്ച് കളിക്കോട്ടയിലെത്തി അവിടെ കൂടിയ ജനങ്ങൾക്കും അവകാശികളുണ്ട് ധാരാളം. അവർക്കൊക്കെ ഈ ഓണപ്പുടയും എല്ലാം കൊടുത്ത് അവർ കാഴ്ച ദ്രവ്യങ്ങൾ വയ്ക്കും. അതിനുശേഷം വിപുലമായിട്ടുള്ള ഓണസദ്യയും. ഇതാണ് ഇതിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഒരു ഏകദേശ രൂപം. ഇവിടെ ഈ ചമയങ്ങൾ അണിയിക്കാൻ അതിന് അവകാശപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട്, ചില കുടുംബങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട അനവധി കുടുംബങ്ങൾ ഇതിൻ്റെ ആചാര അനുഷ്ഠാനമായിട്ട് അവരെത്തിച്ചേരും. അതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഈ കാലമായിട്ട് ചേർത്ത് വയ്ക്കാൻ നോക്കുള്ളത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സങ്കല്പമുണ്ട്. കാരണം മഹാരാജാവ് ഈ ചമയങ്ങൾ അണിഞ്ഞ് ഈ ഘോഷയാത്രയ്ക്ക് പല്ലക്കിൽ കയറുന്നതിന് മുമ്പ് കരിങ്ങാച്ചറ കത്തനാരും അതുപോലെ ചെമ്പിലരയൻ, അതുപോലെ നെട്ടൂർ തങ്ങൾ, ഇവർ 3 പേരും വന്ന് മഹാരാജാവിന് കാഴ്ചവെച്ച് അവർക്ക് ഓണപ്പുടകളൊക്കെ നൽകിയതിന് ശേഷമേ മഹാരാജാവ് പല്ലക്കിൽ കയറുള്ളൂ. അപ്പോൾ ഇതൊരു രാജഭരണമുള്ള കാലം മുതലേ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മഹത്തായ ഒരു സന്ദേശം കൂടി ഈ അത്തച്ചമയത്തിനുണ്ടെന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അന്ന് പണ്ടുകാലം മുതലുള്ള അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാകുന്ന, അല്ലെങ്കിൽ അതെല്ലാം കണ്ട് വളർന്നു വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ ഘോഷയാത്രയിൽ നിന്ന് ഇപ്പോഴത്തെ കാലത്തിലെ ഘോഷയാത്രയിലേക്കൊക്കെ എത്തുമ്പോൾ അതിൻ്റെ പ്രൗഢി കൂടുകയാണോ, അല്ലെങ്കിൽ ഓരോ വർഷം കഴിയും തോറും എത്രത്തോളം മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് ഈ രാജഭരണമുള്ള കാലത്ത് അത്തച്ചമയം ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. പക്ഷെ എൻ്റെ കാരണവന്മാർ പറഞ്ഞു കേട്ട ചരിത്രങ്ങളാണ്. പിന്നെ ഒരു കൊല്ലം കുട്ടിക്കാലത്ത് ഈ ഘോഷയാത്ര പരീക്ഷിത് തമ്പുരാൻ ഉള്ള അദ്ദേഹം ഈ ഹിൽ പാലസിലായിരുന്നല്ലോ ഔദ്യോഗിക വസതി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഈ അത്താഘോഷം ഒരു കൊല്ലം കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. കാരണം ഈ ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ തുടങ്ങി ഹിൽ പാലസിൽ വന്ന് തിരിച്ചു പോരുന്ന ഒരു കൊല്ലം കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഈ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ രാജാവ് പല്ലക്കിലിരിക്കും, പിന്നെ രാജഭടന്മാർ, അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ അവകാശം നായർ പട്ടാളം,
അങ്ങനെ ഒരു ഓരോരോ ഗ്രൂപ്പായിട്ട് ഈ പല്ലക്കിനെ പിന്നിൽ അനുഗമിക്കും. പിന്നെ വാദ്യ മേളങ്ങൾ, നൃത്തം, സംഗീതം, ആന, അമ്പാരി എല്ലാം ഉണ്ടാവും. അപ്പം ഞങ്ങൾ കാരണവന്മാർ പറഞ്ഞു കേട്ടിരിക്കുന്ന ഈ ഉപനയനം എന്നൊരു ചടങ്ങുണ്ടല്ലോ. ഉപനയനം കഴിഞ്ഞ ആൺവഴി തമ്പുരാക്കന്മാർ പ്രത്യേക യൂണിഫോം ഉണ്ട്, ഈ വെൽവെറ്റ് കോട്ടും തൊപ്പിയും വാളും പിടിക്കണം. അങ്ങനെ ഈ ചമയങ്ങളാണ് ഞങ്ങൾ രാജകുടുംബാംഗങ്ങളും ചെറിയ തോതിൽ ചമയങ്ങളണിഞ്ഞ് ഈ രാജാവിൻ്റെ പല്ലക്കിൻ്റെ പുറകിൽ രാജാവിൻ്റെ ഘോഷയാത്രയെ അനുഗമിക്കണം എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അങ്ങനെ ആ വളരെ രാജകീയമായ പ്രൗഢിയായിട്ടാണ് രാജഭരണകാലത്ത് നടന്നിരുന്നത്. 1947 അവസാനം ഈ രാജകീയമായിട്ടുള്ള അത്തച്ചമയ ആഘോഷം നടക്കുന്നത്. പിന്നെ 49 ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു, തിരുകൊച്ചി സംയോജനം. അതിനുശേഷം ഒരു ഇടവേള, ഒരു ഗ്യാപ്പുണ്ട്. 1961 ഈ അത്താഘോഷം ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയാണ് കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ എനിക്ക് രാജകുടുംബാംഗം എന്നുള്ള നിലയ്ക്ക്, തൃപ്പൂണിത്തുറക്കാരൻ എന്നുള്ള നിലയ്ക്കും പറയാനുള്ളത്, ഈ രാജഭരണകാലത്തും എങ്ങനെ പ്രൗഢിയോടുകൂടി നടന്നിരുന്നോ ആ പ്രൗഢിയും ഗാംഭീര്യവും ഇന്നിപ്പം സർക്കാരായാലും നഗരസഭയായാലും ഏറ്റെടുത്ത് നടത്തുമ്പോൾ യാതൊരു എന്താ പറയുക, ചെറിയ തോതിൽ പോലും അത് ചോർന്നു പോകാതെ ആ പ്രൗഢിയും ഗാംഭീര്യവും അതിൻ്റെ സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ട് അത് നടത്തിപ്പോരുന്നു എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു അഭിമാനത്തിനും സന്തോഷത്തിനും വക നൽകുന്ന ഒരു വസ്തുതയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും അതിന്റെ പ്രൗഢി കൂടി വരികയാണ്. പല ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിനു വേണ്ടി അതാണ് ഓരോ വർഷം കഴിയുന്തോറും ഈ അത്തച്ചമയത്തിൻ്റെ ആഘോഷത്തിൻ്റെ എന്താ പറയുക, പ്രശസ്തിയും പ്രചാരവും കൂടി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ തൃപ്പൂണിത്തുറക്കാർ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ നാനാപ്രദേശങ്ങളിൽ നിന്ന് ഈ അത്തച്ചമയം കാണാനും അതിൽ പങ്കെടുക്കാനും അതിൻ്റെ സന്തോഷം, ആ അനുഭൂതി അനുഭവിച്ചറിയാനും വേണ്ടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ദിവസം അവരവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ അത്താഘോഷത്തിൻ്റെ അന്നത്തെ ഈ തിരക്ക് കണ്ട. പിന്നെ ഇന്ന് ഒരു 4 ദിവസം അത്തനഗറിൽ പരിപാടികളാണ്. അപ്പോൾ ഈ പരിപാടികളെല്ലാം ഒരുമാതിരി എല്ലാവരും നാട്ടുകാർക്ക് പുറമെ ദൂരത്തുനിന്ന് വരുന്നവരും വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നു എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഓരോ വർഷം തോറും ഇതിൻ്റെ പ്രൗഢിയും പ്രചാരവും കൂടി വരുന്നില്ല. അത് നഗരസഭയുടെ ആ ഒരു വലിയ സംഭാവന തന്നെയാണത്, യാതൊരു സംശയമില്ല. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും സാഹിത്യരംഗത്തും കലാരംഗത്തൊക്കെയുള്ള പ്രായഭേദമന്യേ ഓരോ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാനും പ്രോത്സാഹിപ്പിക്കാനും ഈ നഗരസഭ ക്രിയാത്മകമായിട്ട് പലതും കാര്യങ്ങളും, പിന്നെ കൂത്തമ്പലത്തിലാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ പരിപാടികൾ. അപ്പോൾ അങ്ങനെ ധാരാളം പേർക്ക് അവരവരുടെ കലകൾ അവതരിപ്പിക്കാനുള്ള വേദിയും കൂടിയാണ് ഈ അത്താഘോഷം. അത് നഗരസഭ ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞ പോലെ രാജഭരണകാലത്തുണ്ടായിരുന്ന ആ മതേതരമായിട്ടുള്ള ആ ഒരു ഉത്സവം അത് ഈ കാലഘട്ടത്തിലും അതിന്റെ പ്രൗഢിയോടുകൂടി തുടർന്ന് പോകുന്നത് ഒരു രാജകുടുംബാംഗം നിലയിൽ വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്, യാതൊരു സംശയമില്ല. ഒരു കാര്യം കൂടെ, നേരത്തെ അത്തം ആഘോഷത്തിന്റെ ഭാഗമായിട്ട് രാജഭരണകാലത്ത് അത്തത്തിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നഗരസഭയ്ക്ക് പതാക കൈമാറുന്നതായിട്ട് ബന്ധപ്പെട്ട് അത്തത്തിന്റെ തലേദിവസം രാജകുടുംബാംഗമാണല്ലോ പതാക കൈമാറുന്നത്. ആ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് രാജകുടുംബം പ്രവർത്തിക്കുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ? രാജഭരണമുള്ള കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ചടങ്ങ് 4 ദിവസം മുമ്പ് തുടങ്ങും. അത്തച്ചമയത്തിൻ്റെ അത്തനാളിൽ 4 ദിവസം. അത് ദേശം അറിയിക്കൽ എന്നാണ് അതിന് പറയുക. അത് ഈ വലിയ പണ്ടത്തെ ഒരു വാദ്യം ഉണ്ടല്ലോ, നഗാര കൂടി, പിന്നെ വിളിച്ച് അത് ഇപ്പോൾ 4 കോട്ടവാതിലുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ കോട്ടവാതിൽക്ക് ചെന്ന് ഈ അത്തച്ചമയ ആഘോഷത്തിൻ്റെ വിളംബര പ്രഖ്യാപനം, അതിന് ദേശം അറിയിക്കൽ എന്നാണ് ഒരു ട്രഡീഷണലായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള വാക്ക്. അപ്പോൾ ആ ദേശം അറിയിക്കലോടുകൂടിയാണ് ഈ അത്തച്ചമയത്തിൻ്റെ ആഘോഷം തുടങ്ങുന്നത്. അതിലിപ്പോൾ ഇന്നിപ്പോൾ അത് കാലത്തിൻ്റെതനുസരിച്ച് നിന്നും വേണ്ട. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് ഇപ്പോൾ നഗരസഭ ഏറ്റെടുത്ത് നടത്തിയതൊട്ട് ഈ കൊച്ചി രാജകുടുംബത്തിൻ്റെ ഈ ആയിട്ടുള്ള ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ അത്തത്തിൻ്റെ തലേ ദിവസം, അതായത് ഇന്നലെ രാജകുടുംബത്തിലെ ഒരു മുതിർന്ന അംഗം അല്ലെങ്കിൽ വലിയ തമ്പുരാൻ്റെ പ്രതിനിധി, പാലസ് ബോർഡ് അംഗങ്ങൾ ആരെങ്കിലും അത്തപതാക നഗരസഭ അധികൃതർക്ക് കൈമാറുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങ് ഇന്നലെ രാജകുടുംബത്തിലെ ഒരു മുതിർന്ന അംഗം സുഭദ്ര തമ്പുരാനാണ്, അവർ അധ്യാപികയായിരുന്നു, അവരാണ് ആ ചടങ്ങ് നിർവഹിച്ചത്. ഹിൽ പാലസിൽ വച്ചിട്ട് ഈ അത്തപതാക നഗരസഭ അധ്യക്ഷ രമാ സന്തോഷ് അത് ഏറ്റുവാങ്ങി. പിന്നെ അവിടെ നിന്ന് ഗംഭീര ഘോഷയാത്രയായിട്ടാണ് അത്തം നഗറിലേക്ക് എത്തിക്കുക. അത് ഇന്നിനി അവിടെ ആ പതാക ഉയർത്തുന്നതോടുകൂടി ഇന്നത്തെ അത്തച്ചമയം തുടങ്ങും. പക്ഷേ ഇന്നലെ ആ പതാക കൈമാറിയതോടുകൂടി അത്താഘോഷത്തിൻ്റെ തുടക്കം കുറിച്ചു എന്ന് പറയും.
വളരെ സന്തോഷം. എന്തായാലും ആ രാജഭരണകാലത്ത് ആരംഭിച്ച ആ ജനകീയമായ ഉത്സവത്തിന്റെ തുടക്കം അതിന്റെ പ്രൗഢിയോടുകൂടി തന്നെ ഈ ഒരു ജനാധിപത്യ കാലത്തും തുടർന്നു പോകുന്നതിൽ വളരെ സന്തോഷം അറിയിക്കുകയായിരുന്നു കൊച്ചി രാജകുടുംബാംഗം ആയിട്ടുള്ള രാമഭദ്ര തമ്പുരാൻ. എന്തായാലും ആ പ്രൗഢിയോടുകൂടിയുള്ള ആഘോഷത്തിന് വേണ്ടിയുള്ള ആ ആഘോഷ തിമിർപ്പിന്റെ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം. വലിയ ജനസഞ്ചയമാണ്. ഓരോ വഴിയുടെ ഇരുഭാഗങ്ങളിലും ബാരിക്കേഡുകൾ തീർത്തിരിക്കുകയാണ്. വലിയ ജനക്കൂട്ടം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തിക്കും തിരക്കുമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ബാരിക്കേഡുകൾ ഈ ഘോഷയാത്ര കടന്നു വരുന്ന വഴിത്താരകളിലെല്ലാം ഉണ്ട്. അതിന്റെ ഇരുവശങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി വാദ്യമേളങ്ങളൊക്കെ വരുമ്പോൾ അതിനോടൊപ്പം പങ്കുചേരുന്നതിന് വേണ്ടി കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയുമൊക്കെ കാത്തു നിൽക്കുന്ന കലാകാരന്മാരായിട്ടുള്ള ആസ്വാദകരായിട്ടുള്ള ആളുകളെയാണ് ഇവിടെയെല്ലാം കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ കൊച്ചി രാജകുടുംബത്തിന് സാധിച്ചതിന്റെ ആ പ്രൗഢി പിന്തുടർന്നു പോരുന്നതിന്റെ സന്തോഷവുമാണ് കൊച്ചി രാജകുടുംബാംഗം രാമഭദ്ര തമ്പുരാൻ ഇപ്പോൾ ജനം TV പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. വീണ.